ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ വഴുതിരിങ്ങ കൊണ്ട് അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു വഴുതിരിങ്ങ, ഒരു ഉള്ളി, വെല്ലുള്ളി വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ 2 ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 4 അല്ലി, ഇപ്പോൾ ഇത് ചൈനീസ് ഗാർലിക്കാണ്, അപ്പോൾ അത് കാരണം ഒരു 4 പീസ് ഗാർലിക്ക്, പിന്നെ പച്ചമുളക് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ഇതിനെ നമ്മളൊന്ന് ഗ്രിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക, ഒരു 2-3 ലൈൻ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഉണ്ടല്ലോ, നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. അപ്പോൾ പിന്നെ ഗ്രിൽ ചെയ്യുന്ന സമയത്ത് ഈ കട്ട് ചെയ്തുകൊണ്ടുണ്ടല്ലോ ഉള്ളിലേക്ക് നന്നായിട്ട് വേവാനും പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ പൊളിച്ചിട്ടുണ്ടല്ലോ, ഇത് ഇങ്ങനെ പൊളിക്കുക, ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കുക. ഗൈസ്, നമ്മൾ കീറിയിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒരു പച്ചമുളക് എടുക്കുക, ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇതേപോലെ കുറച്ച് നല്ല നീളത്തിൽ കീറി കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് നമുക്ക് അകത്തോട്ട് കയറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ പൊളിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളി ഒന്ന് ഇവിടെ കൊടുക്കുക. ഗൈസ്, ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, ഇവിടെ ഒരു പച്ചമുളക്. ഓക്കെ ഗൈസ്, നിങ്ങൾക്കുണ്ടല്ലോ ചാർക്കോളോ അല്ലെങ്കിൽ അടുപ്പിലോ വേണമെങ്കിൽ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഗ്യാസിലുള്ളവർക്കാണ് കേട്ടോ, ഗ്യാസിലുള്ളവർക്ക് ഇതുപോലെ ഒരു ഗ്രില്ല് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഇത് ചെയ്തിട്ടായിരുന്ന നമ്മുടെ വഴുതിരിങ്ങ, പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളി കേട്ടോ, ഒരു ഉള്ളി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു സാധനമുണ്ട് കേട്ടോ നമ്മൾ ഗൈസ്. അപ്പോൾ നമുക്കിതിൽ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തക്കാളി. ഓക്കെ, ഇതിങ്ങനെ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ചൂടാകുന്ന സമയത്ത് ഇങ്ങനെ മറിച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞുകൊണ്ടിരിക്കും. ഉള്ളിയാണെങ്കിലും നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ, സിമ്മിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളി നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ആദ്യം പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. കാരണം എന്താ അറിയോ, ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വഴുതിരിങ്ങയുടെയും ഇതിൻ്റെയും വേവ് വ്യത്യാസമുണ്ട്. അതാണ്ടോ അടിപൊളിയായിട്ട് തോലൊക്കെ ഇങ്ങനെ കരിഞ്ഞു വരുന്നുണ്ട്. ഉള്ളിയും ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിനെയും എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വഴുതിരിങ്ങ മാത്രം ഒന്ന് ഇരിക്കട്ടെ, ഒന്ന് റെഡിയാ ഗൈസ്. അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ വഴുതിരിങ്ങ അടിപൊളിയായിട്ടുണ്ടല്ലോ, എല്ലാ സൈഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് ഓഫ് ചെയ്തിട്ടേ ഒരു അരമണിക്കൂർ റെസ്റ്റ് വെക്കണം, എങ്കിൽ മാത്രമാണ് തണുക്കട്ടെ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഇതിൻ്റെ തോലൊക്കെ കറക്റ്റായിട്ട് പോയി കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗ്രില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ, ഇതൊന്ന് തണുക്കണം, എങ്കിൽ മാത്രമേ ഈ തോലൊക്കെ ഉണ്ടല്ലോ തോലൊക്കെ പോയി കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടികൾ. ഓക്കെ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇതുണ്ടല്ലോ വഴുതിരിങ്ങയൊക്കെ ഉണ്ടല്ലോ നന്നായി തണുത്ത് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതുണ്ടോ, ഇതിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് തോലൊക്കെ കളഞ്ഞ് കിട്ടും. തൊടുമ്പോഴത്തന്നെ ഇപ്പോഴും ചൂട് പോയിട്ടില്ല കേട്ടോ, പുറമേ നിന്നുള്ള ചൂട് പോയി. ഞാനൊരു അരമണിക്കൂറായി പോയി എന്നാണ് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് കളയട്ടെ കേട്ടോ. ഇതുണ്ടോ, ഇതൊന്ന് എടുത്ത് കളയട്ടെ ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ വഴുതിരിങ്ങയുടെ ഫുള്ള് തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്, തക്കാളി തോല് കളഞ്ഞിട്ടുണ്ട്, ഉള്ളിയുടെ കരിഞ്ഞതൊക്കെ കളഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. എന്നിട്ട് ഇതിനെ ഉണ്ടല്ലോ ഈ ഫ്രണ്ട് ഭാഗം ഇവിടെ നമ്മുടെ തലയുള്ളതുണ്ടല്ലോ ഇതങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ജസ്റ്റ് വേണമെങ്കിൽ ഇടിച്ചിട്ട് ചതയ്ക്കാം. ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് നമുക്ക് എന്തായാലും ഒന്ന് മിക്സിയിലിട്ടതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്, തക്കാളിയിൽ ഓൾറെഡി വെള്ളമുണ്ട്, ഉള്ളിയിലും ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും. വെള്ളം ഒന്നും ചേർക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വഴുതിരിങ്ങയ്ക്ക് കൂടെ കഴിക്കാനായി ചോറാണ് കേട്ടോ ബെറ്റർ. പക്ഷെ ദോശ അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചട്നി അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൊരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ കേട്ടോ ഒരു പാത്രം വെച്ചിട്ടേ കുറച്ച് നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. കുറച്ച് മതിയാവും ഗൈസ്. ഇതിലോട്ടുണ്ടല്ലോ ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകം കേട്ടോ. അതിലോട്ട് നമുക്ക് പാകത്തിനുള്ള കടുക്,
പിന്നെ കുറച്ച് കായപ്പൊടി കേട്ടോ. പ്ലസ് നമ്മൾ കടുക് പൊടിച്ചെടുത്തില്ലേ, അതിനിതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരവിലോട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയില കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി സെറ്റപ്പ് അല്ലേ. ഇതിൽ വേറൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ഇതുവരെ മറന്നു കേട്ടോ, ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് പാത്രങ്ങളിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വഴുതിരിങ്ങ ചട്നി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. നമ്മൾ ദോശയുണ്ട്, നമ്മുടെ ചട്നി ഉണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ടേസ്റ്റർ മോൾട്ടി ഉണ്ട്. ഇതെങ്ങനെ അങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നോക്കി സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. സാധനം കിട്ടുട്ടോ. അയ്യോ, ഞാനിത് നേരത്തെ ഉണ്ടാക്കിയത് ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ സൂപ്പറായിരുന്നു. ഇപ്പം ദോശ, ഓ വേറെ ചട്നിയൊന്നും ആവശ്യമില്ല കേട്ടോ. കിട്ടിയ സാധനമല്ലേ മോൾട്ടി? എങ്ങനെയുണ്ട്? ആണോ, പിനി കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ബൈ ബൈ. അടുത്ത ദിവസം അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം.